നമ്മെ രക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, അതെല്ലാം വഞ്ചനയായിരുന്നു. ഇവൻ വിശ്വാസം നേടിയെടുത്ത് ഈ രാജ്യത്തിൽ കടക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ഒരു നല്ല മനുഷ്യന്റെ മുഖംമൂടി ധരിച്ച് നമുക്ക് ആപത്ത് വരുത്താൻ വേണ്ടിയാണ് ഇവൻ ഇവിടെ വന്നത്. ഇപ്പോൾ നമുക്കൊന്നും മനസ്സിലായി, മനുഷ്യനാണെന്ന് പറയാൻ പോലും നീ യോഗ്യനല്ല. രാജകുമാരി, മതിയാക്കിയാലും യാതൊരു കാരണവുമില്ലാതെ അവിടുന്ന് നമ്മുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. നാം ഇന്നിവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ്, നമ്മുടെ പിതാശ്രീക്ക് വേണ്ടി. പിന്നെ നമ്മുടെ വൈദ്യ സമൂഹം ഒന്നടങ്ക അനുഭവിച്ച അനീതിക്കെതിരെ പ്രതികാരം ചെയ്യാനും. നീ വന്നത് ഏത് ലക്ഷ്യത്തിനാണെങ്കിലും നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിന്നെയാണ് ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരുന്നത്. രൂപവതി, ഇനി നീ ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്. നാം പറയുന്നത് ശാന്തമായി കേൾക്കണം. നാം പറയുന്നത് കേൾക്ക്. വരൂ പുത്രി, കേൾക്ക്. ഇന്നു മുതൽ ഇവൻ നിന്റെ രക്ഷകനാണ്. യുവാവേ, നീ നമുക്ക് വാക്ക് നൽകൂ. ഇനി ഏത് പ്രതികൂല സാഹചര്യം വന്നാലും നീ ഇവളെ കൈവിടാൻ പാടില്ല. നീ എപ്പോഴും ഇവളുടെ രക്ഷ നിർവഹിക്കണം. ഈ രൂപനഗരത്തിന്റെ രാജകുമാരിയെ നീ രക്ഷിക്കുമോ? വാക്ക് നൽകൂ, രക്ഷിക്കുമോ? ഇത് എന്തൊക്കെയാണ് ഈ പിതാശ്രീ പറയുന്നത്? എന്താ ഇവൻ വേഷം മാറി പിതാശ്രീയെ അവന്റെ ഇന്ദ്രജാലത്തിൽ അകപ്പെടുത്തിയോ? ഇതെന്താണ്? രാക്ഷസറാണി ജോഡിൽ ഇവിടെ എങ്ങനെ എത്തി? ഇവൾ ഇവിടെ എന്ത് ചെയ്യുന്നു? തീർച്ചയായും ഇത് ശുഭശക്തികളുള്ള ഈ ദേവകന്യകയുടെ മായയാണ്. ഇവളെ നാം എന്തുകൊണ്ട് ആദ്യം വധിച്ചില്ല? നാം നിന്നെ ഇനിയും എന്താണ് നോക്കി നിൽക്കുന്നത്? വേഗം ചെന്ന് അവളെ പിടിക്കേ. എന്തൊക്കെയാണ് ഈ പറയുന്നത് പിതാശ്രീ? ഇവൻ വേഷം മാറി അങ്ങേ വധിക്കാൻ എത്തിയതാണ്. എന്നാൽ അങ്ങ് നമ്മുടെ സുരക്ഷ അവനെ ഏൽപ്പിക്കുകയാണോ? ഇവൻ എന്ത് ചെയ്യാൻ വന്നതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, ഈ യുവാവ് ജീവിതകാലം മുഴുവൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവന് മാത്രമേ അതിന് കഴിയൂ. നമുക്കിത് വിശ്വസിക്കാൻ സാധിക്കില്ല. നമുക്കിത് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങ് വന്നാലും പിതാശ്രീ, അങ്ങ് ഇത് കേൾക്കുന്നില്ലേ പിതാവേ? രൂപനഗരം മുഴുവൻ ഭയവും വിലാപവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൊട്ടാരത്തിനെതിരെ ആക്രമണം നടന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ പുത്രി. ഏറ്റവും യോഗ്യരെന്ന് കരുതി വിശ്വാസവഞ്ചകരിൽ വിശ്വാസം അർപ്പിച്ച് ഈ ഭീകരമായ അവസ്ഥ നാം തന്നെയാണ് സൃഷ്ടിച്ചത്. നമുക്ക് നാല് ചുറ്റും ശത്രുക്കൾ മാത്രമാണ്. ഇതെല്ലാം നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത് പിതാശ്രീ? ആരാണ് വിശ്വാസവഞ്ചകൻ? ആരാണ് ശത്രു? നമുക്ക് ആദിദേവനിൽ നിന്നും വ്യക്തമായൊരു സൂചന ലഭിക്കുന്നതുവരെയും നാം യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കുന്നതല്ല. അതുപോലെ നിങ്ങളെ കൊണ്ട് തീരുമാനം എടുക്കാനും അനുവദിക്കില്ല. ഈ മോതിരം ധരിച്ചാൽ അങ്ങ് നിഷ്ക്രിയനായി തീരുന്നതാണ്. പിന്നെ അങ്ങേക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല, യാതൊന്നും തന്നെ. അതിനർത്ഥം വിശ്വാസവഞ്ചകൻ അത് നീയാണോ? അതെ. കേൾക്കൂ, അത്രയും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നാം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. നാം യുദ്ധത്തിനായി തയ്യാറായിട്ടില്ല. എന്നാൽ നാം രാജാവാണ്. ഏതൊരു യുദ്ധഭൂമിയിൽ നിന്നും രാജാവ് പിന്മാറുന്നത് ഒരിക്കലും ശോഭ നൽകില്ല. അതുകൊണ്ട് നമുക്ക് പോയേ മതിയാവൂ. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി, നമ്മുടെ പൂർവികരുടെ അഭിമാനത്തിന് വേണ്ടി നമുക്ക് ഈ യുദ്ധം ചെയ്തേ മതിയാവൂ. എന്നാൽ അതുപോലെ നിന്റെ ജീവിതം നമുക്ക് സുരക്ഷിതമാക്കുകയും വേണം. അങ്ങയുടെ ജീവിതം ആപത്തിൽ അകപ്പെടുത്തി നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക പിതാശ്രീ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി,
നമ്മുടെ പ്രജകൾക്ക് വേണ്ടി, നമ്മുടെ ജന്മഭൂമിക്ക് വേണ്ടി അനേകം തവണ വ്യക്തിപരമായ താല്പര്യങ്ങൾ ത്യജിക്കേണ്ടി വന്നേക്കാം പുത്രി. നിന്റെ മുന്നിൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ ബാക്കിയുണ്ട് പുത്രി. കൊട്ടാരത്തിനകത്തും അതുപോലെ പുറത്തും നിന്റെ ശത്രുക്കൾ നിനക്ക് വേണ്ടി കെണിയൊരുക്കി കാത്തിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം നീ രക്ഷപ്പെടണം പുത്രി. അതുപോലെ വളരെ വലിയ ഒരു പോരാട്ടവും നീ നേരിടേണ്ടി വരും പുത്രി. രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും പ്രതിസന്ധികളോ? രാജാവിന്റെ ബന്ധുക്കൾ തന്നെ അദ്ദേഹത്തിന്റെ ശത്രുക്കളാണ്. യുവാവേ, നിനക്കെല്ലാം മനസ്സിലാകുന്നില്ലേ? നാം കടന്നു പോകുന്ന കഠിന സാഹചര്യങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ദാ നോക്കൂ, ജോഡിലെയും അവളുടെ രാക്ഷസ സൈന്യവും നമ്മുടെയും ശത്രുക്കളാണ്. അതുകൊണ്ട് ഈ പോരാട്ടം നാം തന്നെ നടത്തും. എന്നാൽ അങ്ങ് ഒരു കാര്യം എന്നോട് പറഞ്ഞേ മതിയാകൂ. അങ്ങെന്താ ആത്മസമർപ്പണം നടത്തുമോ? പറഞ്ഞാലും. ശബ്ദിക്കരുത്. രൂപനഗരത്തിലെ മഹാരാജാവെന്നല്ല, ഇവിടുത്തെ ഒരു കുട്ടി പോലും പൊരുതി നോക്കാതെ നിന്റെ മുൻപിൽ ആത്മസമർപ്പണം നടത്തില്ല. രാജകുമാരി, അവിടുന്ന് സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കരുത്.